രാജ്യം 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. 10,000-ഓളം ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് ഇത്തവണ ഡൽഹിയിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്റോയാണ് ഈ വർഷത്തെ മുഖ്യാതിഥി. 1950-ൽ ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്തോനേഷ്യയുടെ ആദ്യ പ്രസിഡന്റ് സുകാർണോയായിരുന്നു മുഖ്യാതിഥി എന്ന പ്രത്യേകതയുമുണ്ട്. സുവർണ ഭാരതം, പൈതൃകവും വികസനവും എന്നതാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന തീം. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വികസനത്തിലേക്കുള്ള കുതിപ്പുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആർ കിരൺ ബാബു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. കിരൺ, ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുമ്പോൾ ആഘോഷം ഏത് രീതിയിലാണ് അവിടെ നടക്കുക? രാഷ്ട്രപതി എപ്പോഴാണ് ചടങ്ങിലേക്ക് എത്തുക? അശ്വതി, ഹാപ്പി റിപ്പബ്ലിക് ഡേ. എന്തായാലും രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് റിപ്പബ്ലിക് ദിന പരേഡാണ്. ഡൽഹിയിലെ കർത്തവ്യ പഥിലാണ്. പഴയ പേര് രാജ്പഥ് എന്നായിരുന്നു. അതിൻ്റെ കർത്തവ്യ പഥ് അവിടെയാണ്. രാഷ്ട്രപതി ഭവനിൽ നിന്നും ഇന്ത്യ ഗേറ്റ് വരെ നീളുന്ന നേരെയുള്ള രാജപാത എന്ന് പറയുന്ന ആ പാതയിലാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത്. സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ് എന്നതാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിലെ പ്രധാനപ്പെട്ട സന്ദേശം. സുവർണ ഇന്ത്യ, പൈതൃകവും വികസനവും എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് റിപ്പബ്ലിക് ദിന പരേഡ് ഒരുക്കിയിരിക്കുന്നത്. കർത്തവ്യപഥിൽ രാവിലെ 9 മണിയോടെ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിക്കുന്നതോടുകൂടിയാണ് റിപ്പബ്ലിക് ദിന പരേഡിന് ഔദ്യോഗികമായി തുടക്കമാകുന്നത്. ഇതേ സമയത്ത് തന്നെ രാഷ്ട്രപതി ഭവനിൽ നിന്നും അംഗരക്ഷകരോടുകൂടി രാഷ്ട്രപതി റിപ്പബ്ലിക് ദിന പരേഡ് കാണാനായി ഇറങ്ങും. അംഗരക്ഷകരും കുതിര അടക്കമുള്ള മറ്റു വാഹനങ്ങളും ഇതെല്ലാം ചേർന്ന ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ്, രാഷ്ട്രപതിയുടെ പരമ്പരാഗതമായ രീതിയിൽ തന്നെയാണ് രാഷ്ട്രപതി ഈ റിപ്പബ്ലിക് ദിന പരേഡിനായി എത്തുന്നത്. അതിനുശേഷമാണ് പരേഡ് ആരംഭിക്കുന്നത്. രാഷ്ട്രപതി ഭവനിന് മുന്നിൽ നിന്നും ഇന്ത്യ ഗേറ്റ് വഴിയാണ് പരേഡ് കടന്നു പോകുന്നത്. ഏകദേശം 10:30 പരേഡിന് ഔദ്യോഗികമായി തുടക്കമാകുന്നത്. ഇന്ത്യയുടെ സൈനിക ശക്തി ലോകത്തിന് മുന്നിൽ വിളിച്ചോതുക, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പൈതൃകം, വിവിധ സംസ്ഥാനങ്ങളിലെ സാംസ്കാരിക വൈവിധ്യം അത് ലോകത്തെ അറിയിക്കുക, ഇന്ത്യയുടെ അഭിമാനം ഉയർത്തുക, ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു പരേഡ് നടത്തുന്നത്. 31 ഫ്ലോട്ടുകളാണ് ഇക്കുറി പരേഡിനെത്തുന്നത്. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി 16 സംസ്ഥാനങ്ങളിലെ ഫ്ലോട്ടുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിന്റെ ഫ്ലോട്ടിന് ഇക്കുറിയും അവസരം ലഭിച്ചിട്ടില്ല. 15 മന്ത്രാലയങ്ങളുടെ ഫ്ലോട്ടുകളും ഈ നിശ്ചല ദൃശ്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ ഓരോ നിശ്ചല ദൃശ്യങ്ങളും ഓരോ സംസ്ഥാനത്തിന്റെയും ഓരോ മന്ത്രാലയങ്ങളുടെയും സവിശേഷമായ പ്രാധാന്യവും അല്ലെങ്കിൽ അതിന്റെ പൈതൃകവും പാരമ്പര്യവും ഒക്കെ വിളിച്ചോതുന്ന തരത്തിലുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സുവർണ ഇന്ത്യ, പൈതൃകവും വികസനവും എന്നുള്ള വിഷയവുമായി ബന്ധപ്പെടുത്തിയ ഫ്ലോട്ടുകളാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനമാണ് വ്യോമാഭ്യാസം നടക്കുക. വ്യോമാഭ്യാസത്തോടുകൂടിയാണ് റിപ്പബ്ലിക് ദിന പരേഡ് സമാപിക്കുന്നത്. രാജ്യ തലസ്ഥാനത്ത് ഏകദേശം 10,000-ഓളം ആളുകളെയാണ് ഇതിനുവേണ്ടി ക്ഷണിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് അതിഥികളും അല്ലാതെ തന്നെ ടിക്കറ്റ് എടുത്ത് കയറുന്ന സാധാരണക്കാരായ ആളുകളും അടക്കം റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കാനായി ആയിരക്കണക്കിന് ആളുകളാണ് ഡൽഹിയിൽ എത്തുക. 6 ലെയറായിട്ടുള്ള സുരക്ഷാ പരിശോധനയാണ് ഒരുക്കിയിരിക്കുന്നത്. അത്രത്തോളം സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ആളുകൾക്ക് അകത്തേക്ക് കടക്കാൻ കഴിയൂ. ഈ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന കർത്തവ്യ പഥിനോട് ചേർന്നുള്ള മെട്രോയിലേക്ക് ഇതിനുവേണ്ടി യാത്ര ചെയ്യുന്ന, പരേഡ് കാണാനായി യാത്ര ചെയ്യുന്നവർക്ക് ഇന്ന് സൗജന്യ യാത്ര ഒരുക്കിയിട്ടുണ്ട്. അവിടെ മുതൽ തന്നെ സുരക്ഷാ പരിശോധനകൾ ആരംഭിക്കും. ഈ സുരക്ഷാ പരിശോധന ഏകദേശം അതുകൊണ്ട് തന്നെ ഈ കാണാനെത്തുന്ന അതിഥികൾ 2 മണിക്കൂർ മുമ്പ് മുതൽ തന്നെ എത്തിച്ചേരണമെന്ന് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും റിപ്പബ്ലിക് ദിന പരേഡൊക്കെ നടക്കുന്ന സമയത്ത് രാജ്യത്തിന് നേരെ പല ശക്തികളുടെ വെല്ലുവിളികൾ അല്ലെങ്കിൽ അത്തരം ഭീഷണികളൊക്കെ ഉയരാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും പരേഡിന് നേരെ ചെറിയ രീതിയിലുള്ള സംഭവങ്ങൾ പോലും ഉണ്ടായാൽ അത് ഇന്ത്യക്കാകമാനം നാണക്കേടാവും. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ സംവിധാനത്തിലാണ് അല്ലെങ്കിൽ സുരക്ഷാ വലയത്തിലാണ് ഡൽഹിയും. കര മാത്രമല്ല ആകാശവും ആ തരത്തിലേക്ക് പൂർണ്ണമായും സുരക്ഷാ വലയത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒരുമിച്ച് പങ്കെടുക്കുന്ന ചടങ്ങാണ്. ഇന്ത്യയുടെ അഭിമാനം ഉയർത്തുന്ന ഒരു ചടങ്ങാണ്. ഇന്തോനേഷ്യയിൽ നിന്നും പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. പ്രബാവോ സുബിയാന്തോ ആണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആദ്യ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിലും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് എത്തിയിരുന്നു. അന്നത്തെ പ്രസിഡന്റ് സുകാർണോയായിരുന്നു മുഖ്യാതിഥി. ഇന്തോനേഷ്യയും ഇന്ത്യയും തമ്മിൽ വളരെ ദീർഘകാലമായിട്ടുള്ള ഒരു നല്ല ബന്ധം പുലർത്തുന്ന 2 രാജ്യങ്ങളാണ്. ആ ബന്ധത്തിന്റെ ഓരോ റിപ്പബ്ലിക് ദിന പരേഡിനും പ്രധാനപ്പെട്ട ഇന്ത്യയുമായി സൗഹൃദമുള്ള ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയോ പ്രസിഡന്റിനെയോ ഈ മുഖ്യാതിഥിയായി ക്ഷണിക്കും. ഇത്തവണയും ഇന്തോനേഷ്യയാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഈ റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിച്ച ശേഷം 4ാം തവണയാണ് ഇന്തോനേഷ്യയിൽ നിന്നും പ്രധാനമന്ത്രിയെയോ പ്രസിഡന്റിനെയോ ഈ പരേഡിനായി ക്ഷണിക്കുന്നത്. അത് ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ഒന്നുകൂടിയാണ്.
തീർച്ചയായിട്ടും ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളെപ്പോഴും വീട്ടിലിരുന്ന്, ഇന്നിപ്പോൾ അവധി ദിവസമാണ്, വീട്ടിലിരുന്ന് ഈ പരേഡൊക്കെ കാണാൻ ശ്രമിക്കുന്ന, മിസ്സാകാതെ കാണാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് വലിയ അഭിമാനം തോന്നുന്ന യുദ്ധ ടാങ്കറുകളൊക്കെ നമ്മൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത യുദ്ധ ടാങ്കറുകളൊക്കെ ഇന്ന് ആ പരേഡിൽ അണിനിരക്കും. ഒപ്പം 40 യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വർണ്ണക്കാഴ്ചയൊരുക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അത്രയോ